ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ആദ്യമായിട്ട്, അറിവിൽ പെട്ടിടത്തോളം ആദ്യമായിട്ട് എന്നേ പറയാൻ സാധിക്കുള്ളൂ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു മണ്ണിൽ അതിൻ്റെ ചരിത്രം മുഴുവനും അറിഞ്ഞു വെക്കുക ദുഷ്കരമായിട്ടുള്ള ഒന്നാണല്ലോ. അപ്പം അറിഞ്ഞിടത്തോളം കേരളത്തിൽ ഗായത്രി യജ്ഞം അഥവാ ഗായത്രി 24 ലക്ഷം ഇതുവരെ ആരും ഹോമിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു വ്യക്തി, ഒരു സാധകൻ, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജന്മം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള കാലത്തിനിടയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ സമയത്ത് ഒരു പക്ഷേ ഹോമിച്ചിട്ടുള്ള വ്യക്തികളോ ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാലും 24 ലക്ഷം ഗായത്രി ഹോമിക്കുന്ന ഒരു മഹായജ്ഞം എന്നുള്ള പ്രയോഗം ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കുമില്ല. മഹായജ്ഞം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് വേറെ ചിലതാണ്. എന്നിരുന്നാലും ഈ യജ്ഞത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിശേഷണം മാത്രമായിട്ട് ശബ്ദത്തെ കണ്ടാൽ മതി. മഹായജ്ഞം കേരളത്തിൽ ആദ്യമായി നടന്നു എന്ന ഒരു സന്തോഷം എല്ലാവരോടും ഒന്ന് പങ്കുവെക്കുകയാണ്. അത് ആദ്യമായി ചെയ്യുവാനുള്ള ഭാഗ്യം, അപൂർവമായ ഭാഗ്യം ഈശ്വരി നമുക്ക് തന്നു. ഗുരുകുലത്തിലെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് അവരുടെ പുരുഷാർത്ഥവും തപസ്സുമെല്ലാം ഗായത്രിക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ നിഷ്പ്രയാസം, അങ്ങനെ തന്നെ പറയണം, നിഷ്പ്രയാസം 24 ദിനങ്ങളെ കൊണ്ട് 24 ലക്ഷം ഗായത്രി കേരളത്തിൽ, മധ്യ കേരളത്തിൽ ഹോമിക്കുവാൻ നമുക്ക് സാധിച്ചു. ഒരു മഹാഗുരുവിൻ്റെ സമ്മതപ്രകാരവും ഒരു മഹാഗുരുവിൻ്റെ അനുജ്ഞയോടും കൂടിയായിരുന്നു നമ്മൾ ആ യാഗം ചെയ്തത്. ഗുരുനാഥൻ യശശരീരനായ ഭഗവാൻ ശ്രീധർ അടി തൃപാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആനന്ദത്തോടു കൂടിയുള്ള ഇച്ഛയായിരുന്നു കേരളത്തിൽ 24 ലക്ഷം ഗായത്രി ഹോമിക്കുന്ന ഒരു മഹായാഗം നടന്നു കാണുക എന്നുള്ളത്. ഗുരുക്കന്മാർ ശരീരം മാത്രമല്ലേ ഉപേക്ഷിക്കുന്നുള്ളൂ, അഥവാ ഗുരുവിനുണ്ടോ മരണം? ഭഗവാൻ ശ്രീധരടികളുടെ ആനന്ദപൂർണമായ ഇച്ഛയെ സാധിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശങ്കരാചാര്യ മഠമായ തെക്കേ മഠത്തിലെ ശങ്കരാചാര്യരായ അഥവാ മുപ്പിൽ സ്വാമിയാർ എന്ന് ലോകം ആദരവോടുകൂടി വിളിക്കുന്ന പദവിയിൽ വിരാജിക്കുന്ന തെക്കേമഠം മുപ്പിൽ സ്വാമിയാർ ഗുരുകുലത്തിൻ്റെ പരമഗുരുവാണ്. ആ ഗുരുനാഥൻ്റെ അനുജ്ഞയോടുകൂടിയാണ് ഷൊർണൂരിനടുത്തുള്ള ത്രാങ്ങാലിയിൽ, കവളപ്പാറ ദേശത്ത്, കേരളത്തിലെ ആദ്യത്തെ ഗായത്രി മഹാക്ഷേത്രം സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന മണ്ണിൽ വെച്ച് 24 ദിവസങ്ങളെ കൊണ്ട് 24 ലക്ഷം ഗായത്രി ഹോമിക്കുവാൻ നമുക്ക് സാധിച്ചു.
ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യമാണ് എന്നറിയില്ല. മഹാഭാഗ്യമെന്നാണോ പറയേണ്ടത്, അതിലും വലിയ ശബ്ദങ്ങളെ കൊണ്ട് അത് വിശേഷിപ്പിക്കണോ എന്നും അറിയില്ല. ഒരു കാര്യം നിശ്ചയം, സമകാലിക കേരളത്തിൽ അക്ഷരലക്ഷം ഗായത്രി ഹോമിക്കുവാൻ ഈശ്വരി തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ നാമമുണ്ടായിരുന്നു എന്ന ഒരു നിറവിലാണ് ഗുരുകുലവും ഗുരുകുലത്തിലെ അന്തേവാസികളും എല്ലാവരും. എല്ലാവരുടെയും തപസ്സിനും പുരുഷാർത്ഥത്തിനും മുൻപിൽ നമസ്കരിക്കുക മാത്രമാണ് ആചാര്യസ്ഥാനത്തിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അഥവാ നാം ചെയ്യേണ്ടതായിട്ടുള്ളത്. യാഗം കഴിഞ്ഞ് മഹാഗുരുവിനെ സന്ദർശിച്ച വേളയിൽ ഗുരു പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് വിചാരം ചെയ്യുവാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. വിഷയം ഗായത്രി തന്നെയാണ്, അഥവാ ഗായത്രി അല്ലാതെ മറ്റൊരു വിഷയമില്ല. ഗുരുകുലത്തിലെ ബ്രഹ്മചാരിമാർ നല്ലൊരു പങ്കും എന്നേ പറയാൻ വയ്ക്കൂ. എല്ലാവരുടെയും ഉള്ളം ചുഴിഞ്ഞു നോക്കാൻ സാധിക്കില്ലല്ലോ. അല്ല, നമുക്ക് നമ്മുടെ ഉള്ളം തന്നെ ചുഴിഞ്ഞു നോക്കാൻ ഉള്ള വിദ്യയൊന്നും ഇതുവരെ വശമായിട്ടില്ലല്ലോ. എന്നാലും സത്യം പറയുന്ന ബ്രഹ്മചാരിമാരെല്ലാവരും എന്നേ പറയാൻ വയ്ക്കും സഹസ്രാവർത്തി ഗായത്രി ജപിക്കുന്നവരാണ്. 1008 ഗായത്രി ജപിക്കുന്നവരാണ്. പലപ്പോഴും അല്ല, ദിവസവും അത്രയ്ക്കൊന്നും ജപിക്കാത്തവരെ പാഠശാലകളിൽ പ്രവേശിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത്രയെങ്കിലും ജപിക്കണം. ജപം എന്ന് പറഞ്ഞാൽ 1008 ഗായത്രിയെ സംബന്ധിച്ച്. 108 മധ്യമം. 1008 പറ്റില്ലേ, പിന്നെ ഒരു 108എങ്കിലും ചെയ്യ. അതിൽ കുറഞ്ഞതോ അത് ജപിച്ചാലും ജപിച്ചിലേക്ക് കണക്കാ. ഇതാണ് ഗുരുക്കന്മാരുടെ പക്ഷം. അപ്പൊ ഇങ്ങനെ സഹസ്രാവർത്തിയെല്ലാം ഗായത്രി ജപിക്കുമ്പോൾ അങ്ങനെ ജപിക്കുന്നവരെ വിട്ട് ദേവത പോവില്ല, കൈയൊഴിയില്ല എന്നർത്ഥം. ഗുരുനാഥന്റെ, മഹാഗുരുവിന്റെ വാക്കാണ്. അതിനു വേണ്ടി ചെയ്യണം, അതിനു വേണ്ടി ചെയ്താൽ അത് വിട്ടുപോവില്ല. ഇതൊരു അത്ഭുതകരമായ ഉപദേശമാണ്. അതിനു വേണ്ടി ചെയ്താൽ അത് വിട്ടുപോവില്ല. വല്ലപ്പോഴും നമ്മുടെ സമയത്തിന്, നമ്മുടെ സൗകര്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം അനുസരിച്ചാണെങ്കിലോ അതൊട്ട് നമ്മുടെ കൂടെ നിൽക്കുകയുമില്ല. കാരണം അതിനല്ല പ്രാധാന്യം. നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ ഇച്ഛയ്ക്കും എല്ലാം ആണ് അതിനനുസരിച്ചാണ് നാം ചെയ്യുന്നത്. അവിടെ നാമാണുള്ളത്, അതില്ല. അതുണ്ടെങ്കിൽ, അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ അതുണ്ടാവും. തത്ത് ഗായത്രി മന്ത്രത്തെ കൊണ്ട് പറയപ്പെടുന്ന തത്ത് എന്ന ശബ്ദം കൊണ്ട് ആരെയാണോ എന്തിനെയാണോ ലക്ഷ്യമാക്കുന്നത് തത്ത് അതിനു വേണ്ടിയാണ് എങ്കിൽ അത് നമ്മെ വിട്ടുപോവില്ല. നമുക്ക് വേണ്ടിയാണെങ്കിൽ അത് നമ്മോടൊത്ത് ഉണ്ടാവുകയുമില്ല. അല്പമൊക്കെ വേദാന്തം പഠിച്ച ആളുകൾക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇതിന്റെ വാക്യഘടനയും വാചകഘടനയും ഒക്കെ എളുപ്പമാണ്. എന്നാൽ ആശയം വ്യക്തമാകണമെങ്കിൽ അല്പമൊന്ന് വിചാരം ചെയ്യണം എന്ന അർത്ഥം. ഇന്ന് പലപ്പോഴും കുട്ടികളൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ, പഠിക്കുന്നത് മറന്നുപോകുന്നു, വേണ്ടതുപോലെ ഓർമ്മയിൽ വരുന്നില്ല. കുട്ടികൾ മാത്രമൊന്നുമില്ല, പലർക്കും ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടല്ലോ, വേണ്ടതൊന്നും വേണ്ട സമയത്ത് ഓർമ്മ വരണില്ല എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ എടുക്കുക, പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. അതിന് മന്ത്രം, തന്ത്രം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ
യന്ത്രം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവാം. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ തന്നെ ചില പരിഹാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. എന്നാലും എന്തുകൊണ്ട് മറന്നു പോകുന്നു എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതിന് കാരണം ഉണ്ടാവില്ലേ? നമുക്ക് വേണ്ടിയാണ് എങ്കിൽ അത് നമ്മോടൊത്ത് നിന്നു എന്ന് വരില്ല. എന്നാൽ അതിനു വേണ്ടിയാണ് എങ്കിൽ അത് നമ്മോടൊത്ത് നിൽക്കുകയും ചെയ്യും. ഈ ഗുരുവാക്യത്തെ എപ്പോഴും മനസ്സിൽ വെക്കണം. ഒരാള് പരീക്ഷ എഴുതുന്നത് ആ വിഷയത്തോടുള്ള ഭക്തി കൊണ്ടോ ആ വിഷയത്തെ നല്ലതുപോലെ അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ അതിൽ തൻ്റെ ബോധം വ്യാപരിക്കണമെന്ന ഇച്ഛ കൊണ്ടോ ഒന്നുമല്ല. മാർക്കിന് വേണ്ടിയാണ്. ഞാൻ നല്ലൊരു ശതമാനം ആളുകളുടെയും കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പരീക്ഷ എഴുതുന്ന മാർക്കിന് വേണ്ടി തന്നെയാണ്, പഠിക്കാൻ വേണ്ടിയല്ല. പഠനത്തിന്റെ അളവിനെ കുറിച്ച് പരീക്ഷണം നടത്തുകയാണല്ലോ, പരീക്ഷയല്ലേ. അപ്പൊ മാർക്കാണ് വിഷയം. എനിക്ക് മാർക്ക് കിട്ടുവാൻ വിദ്യാദേവത എന്തിനനുഗ്രഹിക്കണം? മാർക്ക് തരലാണോ വിദ്യാദേവതയുടെ പണി? അതോ വിദ്യയായി എന്നെ അനുഗ്രഹിക്കലോ? വിദ്യയായി എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ എന്റെ ഉപാസന മാർക്കായിരിക്കണമോ അതോ വിദ്യയായിരിക്കണമോ? വിദ്യയാണ്. വിദ്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ വിദ്യാർത്ഥിയാണ്. മാർക്ക് അർത്ഥിയല്ല. ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാൻ അർത്ഥിക്കുന്നത് വിദ്യയാണ്. പക്ഷേ എപ്പോൾ ഞാൻ ഒരു പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നുവോ ഞാൻ വിദ്യാർത്ഥി അല്ലാതാവുകയും മാർക്ക് അർത്ഥിയാവുകയും ചെയ്യുന്നു, അല്ലേ? അങ്ങനെയുള്ളപ്പോൾ വിദ്യാദേവതയെ വിചാരിച്ച് പ്രാർത്ഥിച്ച് എന്താ ഫലമൊന്നുമില്ല. കാരണം എന്റെ വിഷയം അതല്ലല്ലോ. എനിക്ക് വേണ്ടത് മാർക്ക് മാത്രമാണ്. ഇത് നല്ലതുപോലെ, ഇത് കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമായിട്ടുള്ള വിഷയമാണ്. നമുക്ക് യാതൊന്നാണോ നാം ലക്ഷ്യമാക്കുന്നത്, ഇതാണ് നമ്മുടെ ലക്ഷ്യമാണ് വിഷയം. മാർക്കാണ് ലക്ഷ്യമെങ്കിൽ മാർക്കിനെ ഉപാസിക്കുക, വിദ്യയാണ് ലക്ഷ്യമെങ്കിൽ വിദ്യയെ ഉപാസിക്കുക. വിദ്യയെ ഉപാസിച്ചാൽ ആ വിദ്യയാകുന്ന ദേവത നമ്മെ എങ്ങനെയെല്ലാം അനുഗ്രഹിക്കും എന്ന് പറയുവാൻ പോലും പറ്റില്ല. അതിൽ മാർക്കുകളൊക്കെ നിസ്സാരമാണ്. ഇതൊരു തന്ത്രം കൂടിയാണ്. ഇത് വേദമാണ്. ഇതിൽ വേദാന്തവുമുണ്ട്. അതിനു വേണ്ടി അതിനെ ഉപാസിക്കുകയാണ് എങ്കിൽ അത് നമ്മെ വിട്ടുപോകില്ല എന്ന്. ഏതൊരു വിഷയം എടുത്തോളൂ നിങ്ങൾ. പഠിക്കുന്ന കാര്യം മാത്രമൊന്നുമല്ല, വിദ്യാർത്ഥികളോട് മാത്രമല്ല, കുട്ടികളോട് മാത്രമല്ല, ഏതൊരു വിഷയവും. പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, പലതിനും ഫലം ഉണ്ടാവാറില്ല. പലപ്പോഴും ഫലം ഉണ്ടാവാറില്ല പലർക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ മാറി 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 നമ്മള് വഴിപാടുകളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പാരസെറ്റമോൾ കൊണ്ട് മാറിയില്ലെങ്കിൽ എന്താണ് അമോക്സിലിൻ കൊടുക്കും, അതല്ലെങ്കിൽ വേറെ കൊടുക്കും, അങ്ങനെ മാറി 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 പരീക്ഷിക്കുമല്ലോ. എന്നതുപോലെ ഗണപതി കൊണ്ട് കാര്യമില്ല, എന്നെ ഗണപതി കൊണ്ട് കാര്യമില്ല, അപ്പൊ സുബ്രഹ്മണ്യൻ കാര്യമില്ല, അയ്യപ്പനെ കൊണ്ട് കാര്യമില്ല. ഇതൊക്കെ അപ്പോ അതെന്തുകൊണ്ടാ എന്നുള്ളതാണേ. എന്തുകൊണ്ടാ? അപ്പോ അതിന് വേണ്ടിയല്ല ഞാൻ അയ്യപ്പനെ ഉപാസിക്കുന്നത്. അയ്യപ്പന് വേണ്ടിയല്ല, അയ്യപ്പനെ പ്രാപിക്കാൻ വേണ്ടിയല്ല.
എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, അത് നിറവേറ്റി തരാൻ ഇപ്പോ എൻ്റെ മുമ്പിലുള്ള അയ്യപ്പനാ. അതുകൊണ്ട് അയ്യപ്പൻ സ്വാമി ശരണം. എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് പഴനിമല മുരുകൻ, അല്ലെങ്കിൽ മുരുകനുമില്ല, വള്ളിയില്ല, ദേവസേനയില്ല, ആരുമില്ല. എൻ്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ ഞാൻ ഉപാസിക്കുന്നത് പഴനിമലയിലെ മുരുകനെയാണോ എൻ്റെ ആവശ്യങ്ങളെയാണോ? എൻ്റെ ആവശ്യങ്ങളെ ഞാൻ ഉപാസിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കേണ്ട ഉത്തരവാദിത്വം മുരുകനുണ്ടോ? ഇല്ല, ഇല്ല. മുരുകന് വേണ്ടി മുരുകനെ ഉപാസിക്കുമ്പോൾ ആ ഉപാസനയുടെ ഫലമായി എൻ്റെ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നു. ഈ ഒരു ചെറിയ കാര്യം അല്ല, ഈ ഒരു വലിയ കാര്യം ഭക്തന്മാരും വിദ്യാർത്ഥികളും ലോകവും മറന്നുപോകുന്നു എന്നുള്ളതാണ് സത്യം. യം കാമയേ തം തം ഉഗ്രം കൃണോമി തം ബ്രഹ്മാണം തം ഋഷിം തം സുമേധാം. ഇത് ഈശ്വരിയുടെ വാക്യമാണ്. ഈശ്വരി ലോകത്തിന് നൽകുന്ന ഉറപ്പാണ്. യം കാമയേ തം തം ഉഗ്രം കൃണോമി തം ബ്രഹ്മാണം തം ഋഷിം തം സുമേധാം. ഞാൻ ആരെയാണോ കാമിക്കുന്നത്, ഗുരുനാഥൻ പറഞ്ഞു, അതിനു വേണ്ടി ആണ് എങ്കിൽ അത് വിട്ടുപോവില്ല. അപ്പോ വിട്ടുപോകാത്ത എന്തുകൊണ്ടാ? ദേവത എന്നെ വിട്ടുപോകാതെ എന്തുകൊണ്ടാ? എന്നെ കാമിക്കുന്നത് കൊണ്ടാണ്, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. യം കാമയേ തം തം ഉഗ്രം ഗൃണോമി. ഞാൻ ആരെ പ്രേമിക്കുന്നുവോ, ഞാൻ ആരെ സ്നേഹിക്കുന്നുവോ അവരെ ഞാൻ ഉഗ്രവീരന്മാരാക്കി മാറ്റുന്നു. തം ബ്രഹ്മാണം, അവരെ ഞാൻ ബ്രഹ്മ തേജസ്സുള്ളവരാക്കി മാറ്റുന്നു. തം ഋഷിയും ഉള്ളവരാക്കി മാറ്റുന്നു. തം സുമേധാം, അവരുടെ മേധയെ, അവരുടെ ബുദ്ധിയെ ഞാൻ അനന്ത വൈഭവത്തിലേക്ക് ഉയർത്തുന്നു എന്ന് ഈശ്വരിയുടെ വാക്യമാണ്. ഋഗ്വേദത്തിലെ മന്ത്രമാണ്, അഥർവവേദത്തിലെയും ഋഗ്വേദത്തിലെയും മന്ത്രമാണ്. ആലോചിച്ച് നോക്കുക. അപ്പൊ അതിനു വേണ്ടി അതിനെ ഉപാസിക്കുവാൻ പഠിക്കാം. ഈശ്വരിക്കു വേണ്ടി, ഈശ്വരിയെ പ്രാപിക്കുവാൻ വേണ്ടി, ഈശ്വരിയെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഉപാസന ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈശ്വരിയുടെ വിഭൂതികൾ, ഈശ്വരിയുടെ അനന്ത വിഭൂതികൾക്ക് നാമും യോഗ്യതയുള്ളവരായി മാറും, അർഹതയുള്ളവരായി മാറും. അപ്പോ ചെറുതിന് വേണ്ടി എന്തിന് സമയം കളയണം? ഒരു മലയോളം നമുക്ക് ലഭിക്കുവാനുള്ള യോഗ്യത ഉണ്ടാകുമ്പോൾ എന്തിന് ഒരു ചെറിയ വളപ്പൊട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ചെറിയൊരു കല്ല് കഷ്ണത്തിന് വേണ്ടിയോ എന്തിന് പിന്നാലെ നടക്കണം എന്ന ഒരു വൈസ് തോട്ട് അങ്ങനെ തന്നെ പറഞ്ഞൂടെ? ഇത് ഗുരുക്കന്മാർ ഇങ്ങനെയാണ് പറയുക, അതിനു വേണ്ടി അതിനെ ഉപാസിച്ചാൽ അത് നമ്മെ വിട്ടുപോകില്ല. അത് വിദ്യയുടെ കാര്യമാണെങ്കിലും ശരി, ബന്ധങ്ങളുടെ കാര്യമാണെങ്കിലും ശരി, ഏതൊരു വിഷയത്തിലാണെങ്കിലും ശരി, അതിനു വേണ്ടി അതിനെ ഉപാസിച്ചാൽ അത് നമ്മെ വിട്ടുപോകില്ല. വിദ്യയ്ക്കു വേണ്ടി പഠിക്കുക, വിദ്യ നേടാൻ വേണ്ടി പ്രയത്നിക്കുക. അങ്ങനെ വരുമ്പോൾ വിദ്യാദേവത ബുദ്ധിയായും ബോധമായും ഓർമ്മശക്തിയായും നമ്മെ സദാ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, നമ്മെ വിട്ടുപോകില്ല. ഈശ്വര, ഞാൻ പഠിച്ചിരുന്നല്ലോ, ഞാൻ മറന്നുപോയല്ലോ എന്ന പതിവ് പരിദേവനങ്ങൾ നമ്മെ വിട്ടുപോകും എന്നർത്ഥം. അതുകൊണ്ട് നല്ലതുപോലെ ബുദ്ധിപൂർവം വിചാരം ചെയ്ത്, യോഗത്തിലെല്ലാം പറയുന്നത് പോലെ ഈശ്വര പ്രണിധാനം, ഈശ്വരിയിൽ പരിപൂർണമായും സമർപ്പണം ചെയ്ത്, ഈശ്വരി എന്ന് പറയുമ്പോൾ നാം ഏതൊരു വിദ്യയിലാണോ, ഏതൊരു വിദ്യയാണോ നാം കാക്ഷിക്കുന്നത്, ആ വിദ്യയാണ് ഇവിടെ ഈശ്വരി. കിരീടവും കുണ്ടലവും അണിഞ്ഞ ഏതോ രൂപം എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ പ്രവർത്തിക്കുവാനും സ്വായത്തമാക്കുവാനും ഉദ്ദേശിക്കുന്നത്, അതുതന്നെ ഈശ്വരി, അതുതന്നെ ഈശ്വരി. അതിൽ പരിപൂർണമായും സമർപ്പിക്കാൻ തയ്യാറാണോ, അത് ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല എന്നർത്ഥം. യം കാമയേ തം തമുഗ്രം കൃണോമി തം ബ്രഹ്മാണം തം ഋഷിം തം സുമേധം. ഈശ്വരി എല്ലാവരെയും നിറഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ.